രാഷ്ട്രീയം പറയരുതെന്ന് വിചാരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയിപ്പിക്കുകയാണ് കേട്ടോ. പറയിപ്പിക്കുകയാണെന്നല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് 60 വയസ്സ് കഴിഞ്ഞ മറ്റു വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത നിർധനരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള, അതായത് 1980 ഇ കെ നയനാർ മന്ത്രിസഭ, ആ മന്ത്രിസഭയ്ക്കിട്ട് വലിയ കേമന്മാർ പണി കൊടുത്തു, അത് വേറെ കാര്യം. 1980 45 രൂപ വെച്ച് കൊടുത്തു തുടങ്ങിയിട്ടുള്ള ആ ക്ഷേമ പെൻഷൻ്റെ കാര്യം തന്നെയല്ലേ ഇവന്മാരിരുന്നിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്കൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ മുഖമുണ്ട്, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റേതാണ്. അതിൻ്റെ പുറകിലേക്ക് വരുന്ന ഇന്ന് 18 വയസ്സ് തികഞ്ഞ വോട്ടവകാശം ലഭിച്ച കുട്ടിയടക്കം ഇടതും വലതും ബി ജെ പിയിലും ഒക്കെയായി ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ആകൃഷ്ടരായിട്ടുമുണ്ട്, വോട്ട് നൽകാൻ പ്രാപ്തരായിട്ടുമുണ്ട്. പക്ഷേ വില കുറഞ്ഞ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് എങ്ങനെയെങ്കിലും എതിർകക്ഷിയെ തറപറ്റിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ വിളിച്ചു പോകുന്ന കാര്യങ്ങളില്ലേ. പെൻഷൻ 18 മാസം പെൻഡിങ്ങേ അല്ലായിരുന്നു, അതിനു മുമ്പ് 24 മാസവും പെൻഡിങ്ങേ അല്ലായിരുന്നു, ഈ പെൻഷൻ കൊടുത്തു തുടങ്ങിയതേ UDF സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾ ഇന്ന് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. 45 കൊല്ലം മുമ്പ് തുടങ്ങിയ പെൻഷൻ സമ്പ്രദായം അന്ന് 15 വയസ്സുണ്ടായിരുന്ന കുട്ടിയായിരുന്ന ഇന്നത്തെ 60 വയസ്സുകാർ തൊട്ട് വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. നിങ്ങൾ പറയുമ്പോൾ ഓരോ കുടുംബത്തിലും 60 വയസ്സ് കഴിഞ്ഞ ആളുകളുള്ള ഓരോ വീടുകളിലും അവർ വാങ്ങിയിട്ടുള്ള പെൻഷനുകൾ എത്ര വട്ടം മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇന്നൊരു 105 വയസ്സുള്ള ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യമായി വാങ്ങിത്തുടങ്ങിയ പെൻഷൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്താണെന്ന് പെൻഷൻ വാങ്ങുന്ന ആ ബുക്ക് വെറുതെ ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അല്ലാതെ വാ പോയ ഘോടാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയം 300 നിന്നും 1200 വരെ ആക്കിയ സർക്കാരിന് ക്രെഡിറ്റ് ഒന്നുമില്ല. 1200 നിന്നും 1600 ആക്കിയുള്ള 9 കൊല്ലമായി. എത്ര രൂപയുടെ വർധനവാ? 400 രൂപയുടെ വർധന. ഇത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ 600 നിന്ന് 1600 ആക്കിയ ഇപ്പോഴത്തെ നിലവിലത്തെ കഴിഞ്ഞ ടൈമിലെ സർക്കാരിന് ഒരു ക്രെഡിറ്റ് നിങ്ങൾ കൊടുക്കുന്നില്ലേ? 500 നിന്ന് 600 ആക്കിയ 100 രൂപ കൂട്ടിയ അവർക്കാണോ മുഴുവൻ ക്രെഡിറ്റ് കൊടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴെങ്കിലും നിലവിലെ സർക്കാർ, സംസ്ഥാന സർക്കാർ പെൻഷൻ്റെ ക്രെഡിറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങളായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുമല്ലേ. സത്യമല്ലേ? അതങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടതുമല്ലേ. ആരോടാണ് നിങ്ങൾ പറയുന്നത്? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന സർക്കാരിന്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയോടോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ വർദ്ധിപ്പിച്ച പാർട്ടിയായ കോൺഗ്രസ്സുകാരോടാണോ? ഞാനിതൊന്നല്ല എന്തൊന്നും, ഇതൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോഴേ ഒരു മിനിമം ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടില്ലേ ഈ പറയുന്നത്? അതെങ്കിലും ചിന്തിച്ചുകൂടെ? ഈ പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ അണിനിരക്കുന്ന 100 കണക്കിന് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, അധികാരങ്ങൾ ആഗ്രഹിക്കാത്ത സാധാരണ അണികൾ 100 കണക്കിനുണ്ട് എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇടതുപക്ഷത്തിലുള്ള ആളുകൾ, അണികളെ ഇത്രത്തോളം ഒന്നും നാണം കെടുത്തുന്നില്ല എന്നുള്ളത് തന്നെ ദൈവാനുഗ്രഹം. എന്ന് പറഞ്ഞ പോലെയാണ് BJPയുടെ അവസ്ഥയും. കുറച്ച് വർഗീയതൊക്കെ പറയുന്നുണ്ട്, ഇമാതിരി വാളത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് പറയില്ലെന്നല്ല, ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇത്രത്തോളം അങ്ങ് എത്തുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇതുപോലൊക്കെ പറയണമെങ്കിൽ മിനിമം എൻ്റെ പൊന്നു സുഹൃത്തെ, നമ്മൾ ഏതോ കെയർ ഓഫിൽ 10 ചാനൽ ചർച്ചയിൽ പോയിരിക്കാനുള്ള അവസരം കിട്ടിയെന്ന് കരുതി ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കരുത്. അത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം ചരിത്രം പഠിക്കണം. 80 നായനാർ സർക്കാർ തുടങ്ങിയ 45 രൂപ പെൻഷനിൽ നിന്ന് ആ പെൻഷൻ തുക വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനുശേഷം ഒരൊറ്റ കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വലിയ മഹാൻ പണി കൊടുത്തിട്ട് ഇ കെ നയനാറിന് അധികാരം നഷ്ടപ്പെടുമ്പോൾ കെ കരുണാകരൻ ലീഡർ അധികാരത്തിൽ കയറിക്കഴിഞ്ഞപ്പോൾ എന്തായാലും കൊടുത്തു എന്നുള്ളത് ഭാഗ്യം. 45 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടാൻ വേണ്ടിയിട്ട് തുകയുണ്ടായിരുന്നില്ല. പിന്നീട് വന്ന ഇ കെ നയനാർ മന്ത്രിസഭ വീണ്ടും 45-നെ 60 രൂപയിലേക്ക് എത്തിച്ചു, 15 രൂപ കൂട്ടി. വീണ്ടും കരുണാകരൻ അധികാരത്തിൽ വരുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. പകരം ഇ കെ നയനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ 60 എന്നുള്ളത്
120 രൂപയിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ ചരിത്രമാണ്, പഠിക്കണം. വീണ്ടും കൂട്ടുവാൻ വേണ്ടി വീണ്ടും ആര് വരേണ്ടി വന്നു? VS അച്യുതാനന്ദൻ അധികാരത്തിലേറേണ്ടി വന്നു. അതിനിടയിൽ AK ആൻ്റണിയുടെ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു കേട്ടോ 2001. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും എനിക്കറിയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എനിക്കറിയാവുന്നത് ഞാൻ കഴിയുമെന്നും എനിക്കറിയാം. അപ്പോൾ പറയാൻ പോകുന്നത് ഇതാണ്. വെറും 120 രൂപയെ 28 മാസം കുടിശ്ശികയാക്കിയിട്ട് ഇറങ്ങിപ്പോയ മഹാത്മാവാണ് AK ആൻ്റണി സർക്കാർ 2001. അതിനുശേഷം VS അച്യുതാനന്ദൻ വരുമ്പോഴാണ് അതിനെ വർദ്ധിപ്പിക്കുന്നത്. അതിനെ വർദ്ധിപ്പിച്ച് 500ലേക്ക് എത്തിക്കുന്നത്. 500ലേക്ക് എത്തിച്ച പെൻഷൻ തുക അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ 28 മാസത്തെ പെൻഷൻ തുക കടന്നത് കൊടുത്തു തീർത്തത് അതിനുശേഷം വന്ന സർക്കാരാണ് കേട്ടോ. VS ആണ് 2006-11 കാലഘട്ടത്തിൽ 500 രൂപയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ കുഞ്ഞുഞ്ഞിൻ്റെ മന്ത്രിസഭ വരുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടീൻ്റെ മന്ത്രിസഭ വരുന്നത് 2001 മുതൽ 2016 വരെ കൂട്ടിയത് 100 രൂപ. അതായത് ആകെ മൊത്തം ടോട്ടൽ 2016 വരെ 600 രൂപ വെച്ച് വെറും തുച്ഛമായ 18 എന്നൊക്കെ പറയുന്നതിൻ്റെ കണക്കെനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഒക്ടോബർ മാസം പെൻഷനുമായി കൊണ്ടിരുന്ന ആളുകൾക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത് 14,000 15,000 ആ ഒരു അനുപാതത്തിലാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അതായത് ഒരു മാസത്തെ കൊടുത്ത ആളുകൾക്ക് 14,000, പിന്നീട് വന്ന പല രീതിയിലാണ് 12,400, 14,000, 15,000 രൂപ വരെ ക്രെഡിറ്റായ ആളുകളുണ്ട്. ഈ 15,000 നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 600 എന്നുള്ളത് എത്ര മാസമായി എന്നുള്ളത് നമ്മൾ വെറുതെ ഒന്ന് കൂട്ടി നോക്കുക. 24 മാസം മാത്രം പെൻഷൻ പെൻഡിങ് എന്നുള്ളതാണ് വസ്തുത എന്നിരിക്കെ 18 മാസത്തെ പെൻഡിങ് എന്ന്, അതായത് പല വകുപ്പിലൂടെ വരുമ്പോൾ 18 മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. അങ്ങനെ കൊടുത്തു തീർത്ത ഗവൺമെൻറ്റാണ് 2016 അധികാരത്തിലേറി വെറും 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ തുക മുഴുവൻ കൊടുത്തു തീർത്തു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് 5 മാസത്തെ പെൻഷൻ പെൻഡിങ് വരുന്നത് കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ നമ്മുടെ ചൂരൽമലയിൽ അതുപോലെയുള്ള കഷ്ടപ്പാടിനിടയിലൂടെ 352ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട് ദുരിതത്തിലാഴ്ന്ന് നിൽക്കുന്നതിനിടയിലും ഇവിടെ കുറേ വിക്രയകൾ കാണിച്ചു വെച്ചു കേട്ടോ. നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു ജട്ടി മറിയാൻ ഇറക്കി. 5 മാസത്തെ പെൻഷൻ പെൻഡിങ് ആയിരുന്നു. 5 മാസത്തെ പെൻഷൻ പെൻഡിങ്. അതിനുവേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ, ബ്രേസർ വരെ പൊക്കി പിടിച്ചിട്ട് 82 വയസ്സുള്ള ഒരു തള്ളയെ കളത്തിലിറക്കിയിട്ട് എന്തൊക്കെ കോപ്രായം കാണിച്ചു എന്ന് ജനങ്ങൾ കണ്ടതാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അവരിപ്പോൾ എവിടെയുള്ളതെന്നും എല്ലാവർക്കും അറിയാം. പോട്ടെ. ഇന്ന് ആകെ മുടക്കുള്ളത് 3 മാസം പെൻഡിങ് ഉണ്ടായിരുന്നതിൽ 2 മാസം ഓൾറെഡി കൊടുത്തു തീർത്തിട്ട് ഒരൊറ്റ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ നിലവിൽ പെൻഡിങ് ഇരിക്കുന്നത്. അതായത് 2016 18 മാസത്തെ കുടിശ്ശികയുണ്ടായി കൊടുത്തു തീർത്തതിന് ശേഷം 600നെ 1000ഉം 1600ലേക്കും എത്തിച്ച വിപ്ലവകരമായിട്ടുള്ള മാറ്റം നടത്തി അതിൻ്റെ ഉപഭോക്താക്കളായിരിക്കുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകളോട് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ടൊന്നും കരുതല്ലേ എൻ്റെ പൊന്നു സഹോദരന്മാരെ. പക്ഷേ ഇത്തരം നേതാക്കന്മാർ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അണികളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അണികളാണ് പ്രതികരിച്ചു തുടങ്ങേണ്ടത്. ഇമാതിരി വിഡ്ഢിത്തരങ്ങളും പെൻഷനെ കൈക്കൂലിയാക്കി എന്ന് പറയുമ്പോൾ കൈക്കൂലിയായിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരെ പറയുന്ന ഘട്ടത്തിലേക്ക് പോവുകയും അതിനും എന്തിനാ പറയുക, ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുഖമായി എടുത്തു കാണിക്കുന്ന പാതിരാത്രി ചെറ്റ പൊക്കാൻ പോയ ഒരാളും ഷാഫി പറമ്പിൽ, VD സതീശൻ തുടങ്ങിയ ആളുകൾ നിരന്തരം ജനങ്ങളോട് എന്താണ് പറയുന്നത്, നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത്, അണികളെ നാണം കെടുത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരല്പം കൂടി ചിന്തിക്കുക. നിങ്ങൾ പറയുന്നത് മുഴുവൻ വീഡിയോകളായും റെക്കോർഡുകളായും റീൽസുകളായും കേരളം മുഴുവൻ പോവുകയാണ്. പെൻഷൻ വാങ്ങുന്ന ഒരാളെങ്കിലും ഇല്ലാത്ത സാധാരണ കുടുംബങ്ങൾ, അതായത് ബഹുഭൂരിപക്ഷം വോട്ടർമാരുള്ളത് കോടീശ്വരന്മാരുടെ കുടുംബങ്ങളിൽ നിന്നല്ല, മിഡിൽ ക്ലാസ്സിന് താഴേക്ക് വരുന്നതാണ്. ഈ മിഡിൽ ക്ലാസ്സിന് താഴേക്ക് വരുന്ന ആളുകളുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു പെൻഷനെങ്കിലും വാങ്ങുന്ന ഒരാളെങ്കിലും ഒരു കുടുംബത്തിലുണ്ടാവും. അപ്പോൾ ഇമാതിരി വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോൾ അണികളെ നാണം കെടുത്താതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. വ്യക്തിപരമായ ആക്ഷേപങ്ങളും വർഗീയതയും ഇത്തരം കാര്യങ്ങളിലേക്കും പോകുമ്പോൾ ഒന്നും മാത്രമേ പറയാനുള്ളൂ.
നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെറും അപഹാസ്യരാവരുത്. കാരണം നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ നൂറുകണക്കിന് അണികൾ നാണം കെടുകയാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ. അത്ര മാത്രമേ പറയുള്ളൂ. നിലമ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ ബാപ്പുട്ടിക്ക എന്നെല്ലാവരും പറയുമ്പോഴും വി പ്രകാശ് എങ്ങനെ തോറ്റു എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ സത്യമായെന്നിരിക്കെ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുന്നു. എത്ര സ്വരാജ് വിരോധിയാണെങ്കിൽ പോലും ഒരു 2 പ്രഭാഷണം സ്വരാജിൻ്റെ കേട്ടാൽ അറിയാതെ പോയി വോട്ട് ചെയ്യാവുന്ന അത്രത്തോളം ഉൾക്കാഴ്ചയും അഭിപ്രായങ്ങളും നിലപാടുകളുമുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലൂടെയും നമ്മൾ പറയുക വിഴുപ്പ് അലക്കലിലൂടെയും ഒക്കെ എതിർ രാഷ്ട്രീയം പറയുന്ന ആളുകളോട് പുച്ഛം മാത്രം. കാരണം 2227 കോടി രൂപ ഇടതുപക്ഷ സർക്കാർ MLAയിലൂടെ അവിടെ വരുത്തിയ വികസനങ്ങൾ ഒന്നുമില്ലാതൊക്കെ 34 കൊല്ലം മുമ്പ് നടന്നതാണ് എന്ന് പറയുന്ന 34 കൊല്ലം MLA ആയിരുന്ന ആൾ കൊണ്ടുവന്ന വികസനമാണെന്ന് പറയുന്ന രാഷ്ട്രീയത്തെയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയമല്ല, ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുകയെന്ന് കോശി നിനക്കറിയില്ല. 23-ാം തീയതി നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടി വരും. ഈ തള്ളൊക്കെ അവിടെ തീരും. കാരണം നിലമ്പൂർ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരൊറ്റ ഇലക്ഷൻ തന്നെ വേണം. ഒരു ഇലക്ഷനിൽ MLA ആയി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആൾക്ക് ഒരു കാരണവശാലും മറ്റൊരു ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവസരം ഉണ്ടാവുകയും വരുത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്വതന്ത്രനോ പാർട്ടി ചിഹ്നത്തിലോ മത്സരിച്ച ഒരാൾ മറുകണ്ഠം ചാടിയാലും അയാൾക്ക് മേലിൽ ഒരു ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകും. കാരണം ഈ മറുകണ്ഠം ചാടലും രാജിവെക്കലും ഒക്കെ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായ സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇന്നത്തെ ജനങ്ങൾക്കും വോട്ടർമാർക്കും ഉണ്ട്. ഇത് ഞാൻ നിലമ്പൂർ കേസിൽ പറഞ്ഞത് മാത്രമല്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ഒരു MLA ആ MLA പദവി മറന്നുകൊണ്ട് വെറും രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടിക്ക് വേണ്ടി മാത്രമാക്കി നടത്തുന്ന ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഒരു MLAയും MPയും ഒക്കെ ഓടി നടക്കുകയാണ്. ബാക്കി MLAമാരൊക്കെ ഓടി നടക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും പോയി അനാവശ്യ വർഗീയ കലാപ പ്രസംഗങ്ങൾ നടത്തി അവിടെയൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കുവാനും ഓരോ ഇലക്ഷൻ വരണ സമയത്തും ആ നാട്ടിൽ പോയി ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്യാനും അല്ല നിങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഇടതുപക്ഷത്തെ കണ്ട് തന്നെ പഠിക്കണം. അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും എനിക്ക് പുല്ലാണ്. കാരണം മറ്റൊന്നുമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരാളെങ്കിലും നിങ്ങളെപ്പോലെ ഇത്തരം അശാസ്ത്രീയമായ രീതിയിൽ മലയാളം സംസാരിക്കുന്നവരെ കാണില്ല. പറയുന്ന കാര്യങ്ങൾ നിലപാടോടുകൂടിയും വിവേകത്തോടുകൂടിയും പറയും. കാരണം ജനങ്ങളോടാണ് സംവദിക്കുന്നതെന്ന് അവർക്ക് ഉത്ബോധമുണ്ട്. നിങ്ങൾക്കതില്ല എന്നുള്ളതാണ്. അത് തിരുത്തണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഇടതും വലതും വേണം. കാരണം ഇടതും വലതും കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ. അത് ഇടതുപക്ഷം വലതുപക്ഷം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നിടത്തും വലതുപക്ഷം ഇടതുപക്ഷം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നിടത്തുമല്ല. നിലവിൽ ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച അധികാരങ്ങൾ കൊണ്ട് വികസനങ്ങൾ കൊണ്ടുവരികയും വരാനിരിക്കുന്നവയെ മുൻകൂട്ടി കാണുകയും ചെയ്യുകയും അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഏത് പാർട്ടിയാണെങ്കിലും മുൻപേ പോയവർ കാലേ കൂട്ടി കണ്ട് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും പുതിയതിനെ തുടക്കമിടുകയും ചെയ്യുന്നത് തന്നെയാണ് ഒരു സർക്കാർ. അതാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് കാലാവധി പൂർത്തിയാക്കി പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് എല്ലാം ബജറ്റിൽ വെച്ചിട്ട് പോകേണ്ട ആവശ്യം? ഇതാരെങ്കിലും വേറെ വല്ലവരും വരുമോ ബജറ്റ് ഉണ്ടാക്കിത്തരാൻ? ഈ ബജറ്റ് നിയന്ത്രിക്കാൻ, ഇത് മുടക്കാൻ, ഇതിനുള്ള നീക്കിയിരിപ്പ് ഫണ്ട് മാറ്റിവെക്കാൻ? ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാണ്? അപ്പോൾ അന്നത്തെ കാലത്ത് ഫണ്ട് വെച്ചു. ഈ ഫണ്ട് എവിടെ നിന്നാണ്, ആരാണ് വെക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു സർക്കാരിനെ ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു വിടുന്നത് നാട് നന്നാക്കാൻ തന്നെയാണ്. അതിൻ്റെ മാറ്റങ്ങൾ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉടനീളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ എനിക്ക് തോന്നുന്നു പത്രം വായിക്കാൻ അറിയാത്തവരും TV കണ്ടാൽ പോലും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കണ്ണടച്ച് നടക്കുന്നവരും ആയിരിക്കും എന്ന് മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയാതെ ഇനി നിങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നിടത്തേക്ക് പ്രതിപക്ഷവും നിലവിൽ ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നിടത്തേക്ക് ഭരണപക്ഷത്തിൻ്റെ ആളുകളും ഇലക്ഷൻ പ്രചാരണത്തിനിറങ്ങുമ്പോൾ അവിടെ തീപ്പൊരി പാറും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാവും എന്നാണ് ഞാൻ കരുതുന്നത്.
നിലമ്പൂർ LDF സ്വരാജിലേക്ക് മാത്രം ഒതുങ്ങി പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും നടത്തുമ്പോൾ എന്താണ് മറുപക്ഷത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ കാണുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു കുറേ ആളുകൾ, ഇതിൻ്റെ ഇടയിൽ എതിർ സ്ഥാനാർത്ഥിക്കിട്ടും ചെളിവാരി എറിയാൻ ശ്രമിക്കുന്ന കുറച്ച് നേതാക്കന്മാർ. അതിൻ്റെ അപ്പുറത്തേക്ക് UDF നിലമ്പൂരിൽ പ്രചാരണത്തിൽ എവിടെയും എത്തിയില്ല എന്ന് ഓർമ്മിപ്പിക്കാനും കൂടി ഈ വീഡിയോ ഇടുന്നു. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ സാറേ, കാര്യം എനിക്കാരും ശത്രുക്കളല്ല. BJPയിലുള്ള സുഹൃത്തുക്കളുണ്ട്, കോൺഗ്രസ്സിലുള്ള സുഹൃത്തുക്കളുണ്ട്, LDFയിലുള്ള സുഹൃത്തുക്കൾ ഉറ്റവരുണ്ട്, സഖാക്കൾ നല്ല രീതിയിൽ അടുപ്പമുള്ളവരും ഉണ്ട്. എന്നാൽ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. പക്ഷേ ഇമാതിരി ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തന്നെ പറയാതെ നിർവാഹമില്ല. അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. നന്ദി. നമോവാഹം. ഇലക്ഷൻ ആര് വേണമെങ്കിലും ജയിക്കട്ടെ, പക്ഷേ ഇതിലും നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് നിലമ്പൂരിന് കൊടുക്കാനില്ല എന്ന ബോധം നിലമ്പൂരിലെ ജനങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ട് 16 ജനങ്ങൾ വേണ്ടാന്ന് വെച്ച ആളാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് ആര് പറഞ്ഞാലും ജനങ്ങൾ ചിലപ്പം വിശ്വസിക്കണമെന്നില്ല. ആ കാര്യത്തിൽ അൻവറൊക്കെ ആയിരുന്നു ശരി. VS ജോയി ചെറുപ്പക്കാരനും പുതിയ ഒരാളുമായിരുന്നു. തറവാട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ പടിയിറക്കി വിട്ട ആ രാഷ്ട്രീയത്തെ വീണ്ടും ആ തറവാട്ടിലേക്ക് കൊടുക്കാൻ നോക്കുന്ന വലത് രാഷ്ട്രീയം എന്താണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയും. VS ജോയി എന്ന് പറയുന്ന ഒരു നല്ല നേതാവ് ആണോ എന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഒരു പുതുമുഖമുണ്ടായിട്ടും അയാളെ തഴഞ്ഞ് എന്തിനിങ്ങോട്ട് സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്നുള്ളത് നിലമ്പൂർ ജനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, എല്ലാവർക്കും പറഞ്ഞു തരും. നിലമ്പൂരെ പോത്തുകല്ലുകാരനായ, നിലമ്പൂരിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്ന സ്വരാജ് സംസാരിക്കുന്ന 2 വീഡിയോ 2 വട്ടം കേൾക്കുന്ന ഒരാൾക്കും സ്വരാജിനെ മറക്കാനോ വോട്ട് നൽകാതിരിക്കാനോ കഴിയില്ല എന്ന ഭയപ്പാടിലാണ് കുട്ടി നേതാക്കന്മാർ പരക്കം പായുന്നതും ഇത്തരം ഒരുപാട് അനാവശ്യങ്ങളും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും എന്നുള്ളത് മനസ്സിലാക്കാൻ നിലമ്പൂരുകാർക്ക് കഴിയുന്നേ. അപ്പോൾ പിന്നെ പണി പാളും. അതുകൊണ്ട് രാഷ്ട്രീയം പറയുക. വ്യക്തിഹത്യകളും വ്യക്തിപരമായ ആരോപണങ്ങളും ഒഴിവാക്കി കോൺഗ്രസ് നേതാക്കന്മാർ ദയവായി അണികളെ നാണം കെടുത്താതെ വ്യക്തമായ നിലപാടുകളും രാഷ്ട്രീയവും പറഞ്ഞു പഠിക്കുക.